പാകിസ്ഥാനുമായി അടുത്തു തന്നെ യുദ്ധമുണ്ടായേക്കാം എന്ന കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെയും ഒക്കെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കരസേനാ മേധാവിയും ഏത് സമയം വേണമെങ്കിലും ഒരു യുദ്ധം ആസന്നമാണ് എന്ന കൃത്യമായ സന്ദേശം നൽകുന്നത്. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് തുടരുകയാണ്. ജിഷ്ണു, കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാന്റെ പട്ടാള മേധാവി അസീം മുനീർ അമേരിക്കയിൽ നിന്നുകൊണ്ടാണ് ഈ അണുവായുധം സംബന്ധിച്ചുള്ള ചില വീമ്പ് പറച്ചിലുകൾ അല്ലെങ്കിൽ ചില ഭീഷണിയുടെ സ്വരത്തിലുള്ള സംസാരമൊക്കെ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അമേരിക്ക അടുത്തിടെ ഭാരതത്തിന് മേൽ ചില പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല 1971, 65 ഈ കാലഘട്ടങ്ങളിലൊക്കെ നടന്ന യുദ്ധങ്ങളിൽ പാകിസ്ഥാനെ സഹായിച്ചിട്ടുള്ള ഒരു സൈനിക ശക്തി അമേരിക്കയാണ്. അപ്പോൾ പുതിയ ചില അച്ചുതണ്ടുകൾ രൂപപ്പെടുകയാണോ? പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ പട്ടാള മേധാവി ഈ പ്രകോപനം സൃഷ്ടിക്കുന്ന വാക്കുകൾ ഉരുവിടുന്നത് അമേരിക്കയിൽ നിന്നുകൊണ്ടാണ്. ഈ കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് കൂട്ടിവായിക്കാൻ കഴിയുക, ജിഷ്ണു? ഗൗതം, പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ അമേരിക്കയുടെ പിന്തുണ അത് മുൻ യുദ്ധങ്ങൾ പരിശോധിക്കുമ്പോഴും കൃത്യമായി പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഭാരതം ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരുന്നത് അമേരിക്ക പോലെ മുൻപ് ലോകരാജ്യങ്ങളെ നിയന്ത്രിച്ചിരുന്ന ശക്തിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. നിലവിൽ അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം വളരുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമായി ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ, അത് സൈനിക തലത്തിൽ പാകിസ്ഥാന് സൈനിക പിന്തുണ നൽകുന്ന തീരുമാനങ്ങളെല്ലാം ചിലപ്പോൾ അമേരിക്ക കൈക്കൊണ്ടേക്കാം. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന് നൽകാനുള്ള മുന്നറിയിപ്പ് ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വം, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിലും പ്രതിരോധ മന്ത്രിയും ഒപ്പം സൈനിക മേധാവിമാരും വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട്. അതായത് അതിർത്തിയിൽ സമാധാനമാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ജനങ്ങളുടെ സമാധാനത്തിനും നേരെ ഒരു ചോദ്യം ഉയർന്നാൽ ആ ചോദ്യം മറുപടി നൽകാതെ വിട്ടു നൽകില്ല. കൃത്യമായ കനത്തമായ പ്രഹരം നേരത്തെ ഭീകരർക്ക് നേരെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയുമാണ് ആക്രമണങ്ങൾ നടന്നെങ്കിൽ ഇനി ഇത്തരം ഭീകരർക്ക് പിന്തുണ നൽകുന്ന നടപടികൾ അവസാനിപ്പിക്കാതെ ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് മേലും ജനങ്ങളുടെ സമാധാനത്തിന് മേലും കടന്നുകയറ്റമുണ്ടായാൽ അതിശക്തമായ പ്രഹരം പാകിസ്ഥാന് മേലുണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ സൈനിക മേധാവിയുടെ, അതായത് കരസേനാ മേധാവിയുടെ പ്രസ്താവനയും രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ പ്രസ്താവനകളും തീരുമാനങ്ങളും നടപടികളും കൂട്ടിവായിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ തുടങ്ങിയാൽ അത് വലിയ രീതിയിലുള്ള കനത്ത പ്രഹരം, നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രഹരം പാകിസ്ഥാന് മേൽ ഏൽപ്പിച്ചെങ്കിൽ ഇനി അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടായാൽ, പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് പ്രകോപനപരമായിട്ടുള്ള നടപടികൾ ഉണ്ടായാൽ പാകിസ്ഥാനെതിരെ ഏത് സമയം വേണമെങ്കിലും ഒരു യുദ്ധമുണ്ടാകുമെന്ന സന്ദേശമാണ് ഭാരതത്തിന്റെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു യുദ്ധം രൂപപ്പെട്ട് കഴിഞ്ഞാൽ സൈന്യം മാത്രമല്ല, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും, ഈ രാഷ്ട്രം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ യുദ്ധത്തിൽ ഐതിഹാസികമായ വിജയം നേടും എന്ന് കരസേനാ മേധാവി ചൂണ്ടിക്കാണിക്കുന്നു. പാകിസ്ഥാന്റെ സൈനിക മേധാവി ഒരു ഭാഗത്ത് അണുവായുധത്തിൻ്റെയും അതുപോലെ തന്നെ ഭീകരതയുടെയും ഒക്കെ പേര് പറഞ്ഞ് വലിയ ഭീഷണികൾ ഉയർത്താൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഭാരതം നൽകിയ പ്രത്യാക്രമണം പാകിസ്ഥാനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ സന്ദേശം ശത്രുരാഷ്ട്രത്തിന് നമ്മുടെ സൈനിക മേധാവി നൽകിയത്. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.